ഇനി നമ്മൾ സയൻസിനെ നോൺ സയൻസിൽ നിന്നും മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന ആശയം ഒരുപാട് കാര്യങ്ങളുണ്ട്. സയൻസിനെ സയൻസ് ആക്കുന്ന കുറേ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സബ്ജക്റ്റീവ് വേഴ്സസ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഐഡിയ ആണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ശരിയാകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. വ്യക്തിനിഷ്ഠമാണ് അല്ലെങ്കിൽ ആത്മനിഷ്ഠമാണെന്നൊക്കെ മലയാളത്തിൽ പറയാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലാത്ത എല്ലാവർക്കും ഒരുപോലെ ശരിയും തെറ്റും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണുന്ന 3 ബൾബുകൾ 3 നിറത്തിൽ കത്തുന്ന ബൾബുകളാണ്. ഇതിലേതിനാണ് ഭംഗി കൂടുതൽ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയാം റെഡ് ബൾബ് നല്ല രസമുണ്ട്, ചിലർ പറയും നീലയാണ് നല്ലത്. അപ്പോൾ ഫേവറേറ്റ് കളർ ചോദിച്ചാൽ എല്ലാവർക്കും ഓരോ കളർ പറയാനുണ്ടാവും. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂവും അടുത്തിരിക്കുന്ന ആളുടെ ഫേവറേറ്റ് കളർ റെഡുമാണ്. എന്നാൽ ബ്ലൂ ആണ് ശരിക്കും നല്ല കളർ എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കും? അങ്ങനെ തെളിയിക്കാൻ പറ്റില്ല. അത് രണ്ടുപേർക്കും 2 ഉത്തരവാണ്. രണ്ടും അവരവരെ സംബന്ധിച്ച് ശരിയാണ്. പക്ഷേ ഈ ബ്ലൂ ബൾബ് പുറത്തേക്ക് ഇടുന്ന ലൈറ്റിനാണോ റെഡ് ബൾബ് പുറത്തേക്ക് ഇടുന്ന ലൈറ്റിനാണോ ഫ്രീക്വൻസി കൂടുതൽ എന്ന് ചോദിച്ചാൽ തർക്കം പറ്റില്ല. അത് മെഷർ ചെയ്താൽ ബ്ലൂവിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും. ഇത് ഒബ്ജക്റ്റീവാണ്. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇംപ്രഷനാ അത് നമുക്കുണ്ടാക്കാൻ നമുക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ, നല്ലതെന്ന് തോന്നുന്നുണ്ടോ, ഇങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ലതെന്ന് തോന്നുന്നുണ്ടോ, ഇങ്ങനെ പല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വസ്തു ഇലക്ട്രിസിറ്റിയെ നന്നായിട്ട് കടത്തി വിടുമോ ഇല്ലേ, അത് കണ്ടക്ടറാണോ അല്ലയോ, അതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കണ്ടക്ടിവിറ്റി മോശം കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് മീനിങ് ഇല്ല. അത് എന്തിനാണ് ഉപയോഗിക്കുന്നതിവിടെ അന്വേഷിക്കണം. അതായത് പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന വയർ നല്ല കണ്ടക്ടർ ആയിരിക്കണം. പക്ഷേ ഈ സ്റ്റേ വയറിൽ കൊത്തുന്നൊരു പോർസിലൈൻ ബ്ലോക്ക് ഉണ്ട്, അത് നല്ല കണ്ടക്ടർ ആവരുത്, അത് ഇൻസുലേറ്റർ ആവണം. അപ്പോൾ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഗുണം നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും നമുക്ക് സബ്ജക്റ്റീവ് ആൻസേഴ്സ് ആയിരിക്കും. പക്ഷേ ഇതിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും കുറവും പറയാൻ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല. ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾക്ക് റോളില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഭൂമി ഉരുണ്ടിട്ടാണ്. ഭൂമി ഉരുണ്ടിട്ടാണ്, പക്ഷേ എൻ്റെ അഭിപ്രായത്തിലൊന്നും ചേർക്കണ്ട. കാരണം എൻ്റെ അഭിപ്രായം മറിച്ചാണെങ്കിലും ഭൂമി ഉരുണ്ടിട്ടാണ്. അങ്ങനെ മനുഷ്യരുടെ ഈ ഭൂമി ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരും ഭൂമി പരന്നിട്ടാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. അന്നും ഭൂമി ഉരുണ്ടിട്ടാണ് ഇരുന്നത്. ഭൂമി ഉരുണ്ടതാണോ പരന്നാണോ എന്ന ചോദ്യത്തിന് സബ്ജക്റ്റീവ് ആൻസർ ഇല്ല. അത് ഒരു ഒബ്ജക്റ്റീവ് ഫാക്റ്റാണ്, അതിനൊരു ഷേപ്പ് ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ ഞാൻ എന്ത് വിശ്വസിച്ചാലും അതങ്ങനെ തന്നെയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാവരും പരന്നെന്ന് വിശ്വസിച്ചിരുന്നപ്പോൾ പോലും ഭൂമി ഉരുണ്ടിട്ടാണ് ഇരുന്നത്. ഇന്നും ഭൂമി പരന്നാണെന്ന് വിശ്വസിക്കുന്ന ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിക്കാരുണ്ട്, കേരളത്തിലുണ്ട് ഇഷ്ടംപോലെ. അവർ ഒരുപാട് സയൻറ്റിഫിക് എന്ന് പറയപ്പെടുന്ന തെളിവുകളും നിരത്തും. പക്ഷേ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ആരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറില്ല. പിന്നെ നമുക്ക് വേറൊരു ഇടങ്ങളുണ്ട്, ഇത് രണ്ടിനെയും കൂടെ സമവായത്തിലെത്തണം എന്ന് പറയും. ഉദാഹരണത്തിന് രണ്ടുപേർ തർക്കിക്കുകയാണ്, ഒരാൾ പറയുന്നത് ഭൂമി പരന്നിട്ടാണെന്ന്, വേറൊരാൾ പറയുന്നത് ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. അപ്പോൾ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാൾ താത്വികനായിട്ട് പറയുകയാണ്, അല്ല മോനെ, നിങ്ങൾ രണ്ടുപേരും നമുക്ക് രണ്ടുപേരുടെ അഭിപ്രായം മാനിക്കണമല്ലോ. ഭൂമിക്ക് ഇഡ്ഡലിയുടെ ഷേപ്പാണ്, അപ്പോൾ കുറച്ച് ഉരുണ്ടിട്ടുമുണ്ട് എന്നാൽ പരന്നിട്ടുമാണ്. ഇതിനും അവിടെ റോളില്ല. നിങ്ങൾക്ക് അഭിപ്രായ സമന്വയത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. 2+2 = 3 എന്നും 2+2 = 5 എന്നും പറഞ്ഞ് 2 ആൾക്കാർ തർക്കിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ല ശരി എന്ന് പറയാൻ സയൻസിൽ പറ്റും. പക്ഷേ രണ്ടുപേർ തമ്മിൽ നല്ല നിറം ചുവപ്പാണോ നീലയാണോ തർക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരെ തമ്മിൽ യോജിപ്പിക്കാനും മാർഗ്ഗമില്ല, ഇടയ്ക്കൊരു പൊസിഷനും ഇല്ല. നീലയും ബ്ലൂവും കൂടെ ചേർന്ന കളറാണ് നല്ല കളർ, അങ്ങനെയും പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ട് മേക്സ് സയൻസ്. അത് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഒബ്ജക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സയൻസിന് അഭിപ്രായങ്ങളില്ല. സയൻറ്റിഫിക്കായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. സയൻസ് ഒബ്ജക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഇനി ഒരു ചെറിയൊരു തമാശ പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം. ഇതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതെല്ലാവർക്കും അറിയാവുന്ന ന്യൂട്ടൺസ് 3rd law ഓഫ് മോഷനാണ്. ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റും. നമുക്ക് 2 ഒബ്ജക്ട്സിനെ ഇൻട്രാക്ട് ചെയ്യാൻ അനുവദിക്കാം, അവർ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് മെഷർ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആണെന്നും ഓപ്പോസിറ്റ് ആണെന്നും നമുക്ക് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് മിനുക്കി ഇങ്ങനെ ആക്കി. ഫോർ എവറി ആക്ഷൻ ഡിങ്കൻ വിൽ അപ്ലൈ ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതും ആ ഫസ്റ്റ് പ്രിൻസിപ്പിളും ഒരുപോലത്തെ റിസൾട്ടായിരിക്കും ഉണ്ടാക്കുക. 2 വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഫോഴ്സ് ഈക്വൽ ആണെന്നും അത് ഓപ്പോസിറ്റ് ആണെന്നുമാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും പറയുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരൊറ്റ പാർട്ടേ ഉള്ളൂ വ്യത്യാസം. അത് ഈ റിയാക്ഷൻ ഡിങ്കൻ അപ്ലൈ ചെയ്യുന്നതാണെന്നാണ് ആ സിദ്ധാന്തം അവകാശപ്പെടുന്നത്. ബാക്കി ഭാഗമെല്ലാം ഒബ്ജക്റ്റീവാണ്, രണ്ട് സെയിം ആണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആ ഡിങ്കനെ അവിടെ വേണോ വേണ്ടേ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും ഈക്വലും ഓപ്പോസിറ്റും ആണ്, എല്ലാ ആക്ഷനും റിയാക്ഷനും ഉണ്ടെന്നൊക്കെ തെളിയിക്കാൻ പറ്റും. ഡിങ്കനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് തെളിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാതെ ഡിങ്കൻ്റെ ആണ്. ക്വസ്റ്റ്യൻ വെദർ യു നീഡ് ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട്. അത് ഒരു അനക്ഡോട്ടാണ്, നടന്നോ ഇല്ലയോ എന്ന് ഉറപ്പൊന്നുമില്ല. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വളരെ പ്രസിദ്ധനായ ഒരു മാത്തമാറ്റീഷ്യൻ കം ഫിസിസിസ്റ്റാണ് പിയറി സൈമൺ ലെപ്ലാസ്. ലെപ്ലാസ് വളരെ അറിയപ്പെടുന്നൊരു സയൻറ്റിസ്റ്റാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം സെലസ്റ്റിയൽ മെക്കാനിക്സ് എന്ന പേരിൽ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതിനെക്കുറിച്ചൊരു അതുവരെയുള്ള അറിവിൻ്റെ മുഴുവൻ ഒരു കൺസോളിഡേഷൻ പോലെ ഒരു പുസ്തകം പ്രിപ്പയർ ചെയ്യുന്നു. അത് അദ്ദേഹം നെപ്പോളിയന് സബ്മിറ്റ് ചെയ്യുന്നു. നെപ്പോളിയൻ ഈ പുസ്തകത്തെക്കുറിച്ച് നേരത്തെ കേട്ടു. നെപ്പോളിയൻ അത്യാവശ്യം വായനയൊക്കെയുള്ള ആളാണ്. 19-ാം നൂറ്റാണ്ടിൽ നമ്മളത്തേക്കും ന്യൂട്ടൻ്റെയൊക്കെ സിദ്ധാന്തങ്ങളെല്ലാം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആ സമയത്ത് ന്യൂട്ടൺ എന്താണ് കണ്ടുപിടിച്ചതെന്നൊക്കെ നെപ്പോളിയൻ അറിയാം. പക്ഷെ ആരോ ഒരാൾ നെപ്പോളിയൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഈ പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാണ് എഴുതുന്നത്, പക്ഷേ അതിനകത്ത് പ്രപഞ്ചം ഉണ്ടാക്കിയ ക്രിയേറ്ററിനെ കുറിച്ച് ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ദർ ഇസ് നോ റെഫറൻസ് ടു ക്രിയേറ്റർ. ഇത് നെപ്പോളിയൻ മനസ്സിൽ വെച്ചിരുന്നു. ലെപ്ലാസ് പുസ്തകം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും ചോദിച്ചു, ഞാൻ കേട്ടല്ലോ നിങ്ങളുടെ ഈ പുസ്തകത്തിനകത്ത് ക്രിയേറ്ററിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് കേട്ടല്ലോ, അതെന്താ? അപ്പോൾ ഈ ലെപ്ലാസ് കൊടുത്ത മറുപടി, സർ, ഐ ഡിഡ് നോട്ട് നീഡ് ദാറ്റ് ഹൈപ്പോത്തസിസ്. എനിക്ക് ആ ഹൈപ്പോത്തസിസിൻ്റെ ആവശ്യം വന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ന്യൂട്ടൺ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ന്യൂട്ടൺ ശരിക്കും ഇത് ഏതോ ഒരു ക്രിയേറ്റർ എന്ന് ഡിസൈൻ ചെയ്തതാണെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. പുള്ളി ആ ഡിസൈൻ എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതേതാണ് ഈ നീല നിറത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിരിക്കുന്ന സംഗതിയാണ് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. അതിനകത്ത് ഇവിടെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് എന്തും വെക്കാം, എന്തും അതിനകത്ത് തിരികെ വെക്കാം. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഡിങ്കനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത പോലെ ആ വസ്തുവിനെ, ആ വെക്കുന്ന ഏജൻറ്റിനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ചില ആളുകൾക്ക് ആ ഏജൻറ്റ് വെക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു കൺട്രോൾ ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് അത് വെക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഓർക്കേണ്ട കാര്യം, അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ഏജൻസിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ കുഴപ്പം, ഏതോ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് ഈ ഏജൻറ്റിനെ കൊണ്ടുവരുന്നത്. ആ ഏജൻറ്റ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതാണ് അതായത് നിങ്ങളുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ക്രിയേറ്റ് മോർ ക്വസ്റ്റ്യൻസ് ദാൻ ഇറ്റ് ആൻസേഴ്സ്. അത് ഉത്തരം കൊടുക്കുന്ന ചോദ്യങ്ങളെക്കാൾ കൂടുതൽ പുതിയ ചോദ്യങ്ങൾ ആ ഹൈപ്പോത്തസിസ് പലപ്പോഴും ഉണ്ടാക്കും. ആ ഉത്തരം വേണ്ട, പക്ഷേ എന്നാലും നല്ല ഹൈപ്പോത്തസിസ് ആണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അത് വേണമെന്ന് വാശി പിടിച്ചേക്കും. ആ വാശിയാണ് പലപ്പോഴും നമ്മൾ പല രൂപത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ അന്ധവിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുന്ന പല ശാസ്ത്രജ്ഞരെയും നോക്കുമ്പോൾ അവർക്ക് അന്ധവിശ്വാസവും സയൻസും ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ടൊരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ നമുക്കൊരു ബിഗ് പിക്ചറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരാൾ കൂടുതൽ മികച്ച ഒരു പ്രൊപ്പൽഷൻ സാധ്യമായ ഒരു സ്പേസ് എഞ്ചിനീയർ കൂടുതൽ മികച്ച ഒരു പ്രൊപ്പൽഷൻ സാധ്യമായിട്ട് ഒരു എഞ്ചിനാണ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിച്ചു. അദ്ദേഹം തിയറി ഓഫ് എവല്യൂഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറാണ്, പുള്ളി എങ്ങനെ മികച്ച ഒരു കെട്ടിടം പണിഞ്ഞുയർത്താം, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കൂടിയ ഒരു കെട്ടിടം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ആലോചിക്കുമ്പോൾ ഈ ഇഷ്ടികയ്ക്കകത്തിരിക്കുന്ന ആറ്റം കാൽസ്യം ആണോ ഫോസ്ഫറസ് ആണോ എന്ന് ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. ഇഷ്ടികയെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ ഓരോ ഒരു പ്രത്യേക പ്രശ്നത്തെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് സോൾവ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം സയൻറ്റിഫിക്കലി എങ്ങനെയാണ് സോൾവ് ചെയ്യപ്പെട്ടേക്കുന്നതിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ബോധർ ചെയ്യേണ്ടി വരത്തില്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയാവും. അപ്പോൾ അതുപോലെ സ്പേസ് ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരാളോ ഒരു നാവിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പോകുന്ന ആളിനോ ഒന്നും ബയോളജിയുടെ ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഉള്ള പ്രശ്നം എന്നാൽ ചിലപ്പോൾ ഹി മൈറ്റ് നോട്ട് ഹാവ് ദാറ്റ് ബിഗ് പിക്ചർ. ഈ ലോകത്തെക്കുറിച്ച് സയൻസ് പൊതുവിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ബേജാറാവേണ്ട കാര്യം അവർക്കില്ല, അവരതിനെക്കുറിച്ച് ബോധേഡായിരിക്കില്ല. പൊതുവിൽ നമ്മൾ അങ്ങനെ ഒരു ബിഗ് പിക്ചർ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷ്വലൈസേഷനാണിത്. ഒരു പൊതു ഹയറാർക്കി ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഹയറാർക്കി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ
സോഷ്യൽ ഹൈറാർക്കി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, അതിൻ്റെ ഒരു ലോജിക്കൽ ഹൈറാർക്കിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എല്ലാ സയൻസുകളുടെയും ആധാരം എന്ന് പറയുന്നത് ഫോർമൽ സയൻസസ് ആണ്. ഫോർമൽ സയൻസസ് എന്ന് പറയുന്നത് പൊതുവിൽ മാത്തമാറ്റിക്സും ലോജിക്കുമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ വേറെ ഏത് സയൻസും നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. അതിൻ്റെ മുകളിൽ സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ സയൻസസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ സയൻസിനകത്ത് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും വരും. അതിൽ തന്നെ ഏറ്റവും ചെറിയ സ്കെയിലിൽ വർക്ക് ചെയ്യുന്നത് ഫിസിക്സ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഇപ്പോൾ കെമിസ്ട്രി കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആലോചിക്കുന്നത്. ഫിസിക്സ് അതിൻ്റെയും ഫണ്ടമെൻ്റലായിട്ടുള്ള ഈ മെറ്റീരിയലിനെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള സ്കെയിലിൽ വളരെ എലമെൻ്ററി പാർട്ടുകളുടെ സ്കെയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ ചില പ്രത്യേകതരം കെമിക്കൽസ് അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ ഒരു പ്രത്യേകതരം കോമ്പിനേഷൻ ലൈഫ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി കാണിക്കുന്നു. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും അത് ലൈഫ് സയൻസസിലേക്ക് പോകുന്നു. ഇതിനിടയ്ക്ക് തന്നെ ബയോളജിയിൽ നിന്നും ഈ കെമിസ്ട്രിയിൽ നിന്നും ബയോളജി വരുന്ന ആ അതിർത്തിയിൽ വർക്ക് ചെയ്യുന്ന ബയോ കെമിസ്ട്രി ഉണ്ട്. അവർ കൂടുതലും ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ലൈഫിനെ നിയന്ത്രിക്കുന്ന മോളിക്യൂൾസിനെ കുറിച്ചായിരിക്കും അത് കൺസേൺഡ് ആകുന്നത്. ലൈഫ് സയൻസിൽ തന്നെ സെല്ലുലാർ ബയോളജിയും ഫങ്ഷണൽ ബയോളജിയും ഉണ്ട്. സെല്ലുലാർ ബയോളജി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഈ പറഞ്ഞ പോലെ ബയോ കെമിസ്ട്രിയൊക്കെ അതിനകത്താണ് വർക്ക് ചെയ്യുന്നത്. ഫങ്ഷണൽ ബയോളജിയാണ് നമ്മൾ പൊതുവിൽ ബയോളജി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ബയോളജി. ജീവികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ജീവിവംശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ മുകളിൽ സോഷ്യൽ ലൈഫുള്ള ജീവികളാണ് സോഷ്യൽ സയൻസസിന് കൊടുക്കുന്നത്. നമ്മൾ സോഷ്യൽ സയൻസ് പറയുമ്പോഴത്തേക്കും മനുഷ്യർക്ക് മാത്രമുള്ള ഒന്നാണ് സൊസൈറ്റിന്ന് തോന്നുമെങ്കിലും സോഷ്യാലിറ്റി എന്ന് പറയുന്നത് പല ജീവികൾക്കും ഉള്ളതാണ്. അപ്പോൾ അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് നമുക്ക് സോഷ്യൽ സയൻസിൽ പറയാം. അതിൻ്റെയും ഉപവിഭാഗങ്ങളൊക്കെ ആയിരിക്കും സൈക്കോളജിയും സോഷ്യോളജിയും ഒക്കെ വരുന്നത്. ഇനി സ്കെയിലിൽ മുമ്പോട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ കുറിച്ചും ഭൂമിയെ മൊത്തത്തിൽ കുറിച്ചും ഈ പ്രപഞ്ചം മൊത്തം എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കോസ്മോളജിയും എർത്ത് സയൻസും ഒക്കെ അവിടെ വരും. ഇതിനൊരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം കണക്റ്റഡ് ആണ്. ഇങ്ങനെ കണക്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർ മാത്രമാണ് ഈ കണക്ഷനെ കുറിച്ച് ബോധേഡാകുന്നത്. അവർ ഈ സയൻസിനെ കാണുന്നത് ലോകത്തെ മനസ്സിലാക്കാനുള്ളൊരു ടൂൾ എന്ന നിലയിലാണ്. എല്ലാവരും അങ്ങനെ കാണണമെന്നില്ല. ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് ബോധറിയേണ്ട കാര്യമൊന്നുമില്ല. ഫ്രണ്ടിലുള്ളൊരു പ്രശ്നം പരിഹരിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കൂടി ചിന്തിക്കുമ്പോഴാണ് ലോകത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് സയൻസിനെ ഉപയോഗിക്കാൻ കഴിയുക. അത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഇന്നേറ്റ് ടെൻഡൻസികൾക്ക് വിരുദ്ധമായിരിക്കും. നമുക്ക് അൺസർട്ടനിറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചരട് കെട്ടി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി പോകും നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ. അങ്ങനെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഒരു ചരട് കെട്ടി ആശ്വാസം കിട്ടുന്നതാണോ നല്ലത്, ചരട് കിട്ടാതെ ആശ്വാസം എങ്ങനെ കണ്ടെത്താം എന്ന് ആലോചിച്ച് ബേജാറാകുന്നതാണോ നല്ലത് നമുക്ക് തീരുമാനിക്കാം. ഇതാണ് പൊതുവിൽ അന്ധവിശ്വാസികളെ സയൻസിൽ നിന്നും മാറ്റി നിർത്തുന്ന കമ്പാർട്ട്മെൻ്റലൈസേഷൻ. അന്ധവിശ്വാസത്തെ ഒരു കൂട്ടിലിട്ടിരിക്കുന്നു, സയൻസിനെ വേറൊരു കൂട്ടിലിട്ടിരിക്കുന്നു. ഈ കൂടിന് ഇടയ്ക്ക് ഡോറില്ല. ഡോറ് തുറന്ന ഒരു സൈഡിൽ മാനും വേറെ സൈഡിൽ സിംഹമാണെന്ന് വിചാരിച്ചാൽ മാൻ കയറി മാനിനെ സിംഹം കയറി പിടിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ അതിനകത്ത് ഒരിടത്ത് ബൾബാണ്, വേറെ വെച്ച് നമുക്ക് ലൈറ്റ് വീഴുന്ന ഇഷ്ടമല്ല, നമ്മളത് അടച്ചിട്ടേക്കാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് സയൻസ് മറ്റേ അറിവിലേക്ക് വെളിച്ചം വീശു എന്നാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സയൻസ് ഉള്ളതുകൊണ്ട് മാത്രം വെളിച്ചം എല്ലായിടത്തും വീഴുക. സയൻസ് നമ്മൾ എങ്ങോട്ട് തിരിക്കുന്നു എന്നുള്ളിടത്താണ് വെളിച്ചം വീഴുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് എൻ്റെ ഫേവറേറ്റ് അന്ധവിശ്വാസങ്ങളെല്ലാം കൂടെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സയൻസിൻ്റെ ടോർച്ച് ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് അടിക്കത്തേ ഇല്ല. അടിച്ചാൽ പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ഡിസൊണൻസ് വരും, തമ്മിൽ അങ്ങോട്ട് മാച്ച് ആകുന്നില്ല. അല്ല, ഇതെല്ലാവർക്കും ഇപ്പം ഇന്നിപ്പോൾ റാഷണലായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ റാഷണലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന പല ആളുകളും ഒരുപക്ഷെ തുടങ്ങിയത് റാഷണലിസ്റ്റ് ആയണമെന്നില്ലല്ലോ. ഇതിനിടയ്ക്കൊരു സംഘർഷത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. ഇതിൽ രണ്ടും കൂടെ ഒരുമിച്ച് ശരിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് കളഞ്ഞേ പറ്റൂ. പക്ഷേ ചിലതൊക്കെ ഭയങ്കര വൈകാരികമാണ്. വളരെ കുഞ്ഞുകാലം മുതലേ നമ്മൾ വിചാരിച്ചുകൊണ്ട് വരുന്നതാണ്. ഒരു 25-ാമത്തെ വയസ്സിൽ അത് ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതുവരെ ഞാൻ വിചാരിച്ചിരുന്നതൊക്കെ തെറ്റാണെന്ന് സമ്മതിക്കലാണ്. അതിനകത്തൊരു ഈഗോ ഉണ്ട്, ഒരു ആത്മവിശ്വാസക്കുറവ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരാൾ ചതിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് വിഷമം വരുന്നത്? അയാളെ മാത്രം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള വിഷമം നമുക്ക് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇൻറ്റൻസ് സൈക്കോളജിക്കൽ പെയിൻസിൽപ്പെട്ട ഒന്നാണ് ബ്രേക്കപ്പിൻ്റെ പെയിൻ. ആളുകൾ ചിലപ്പോൾ ആത്മഹത്യയൊക്കെ ചെയ്തു കളയും, അത്രയും പെയിൻഫുൾ ആണെന്ന്. ഈ പെയിൻ്റെ കാരണം പറഞ്ഞാൽ ഒരാളിനെ നഷ്ടപ്പെടുന്നതല്ല, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് വെച്ചേക്കുന്ന ഒരാളിനെ ക്ലോസ് ആക്കിയതിന് പിന്നിൽ നമ്മളുടെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ആ ആൾ ഉപേക്ഷിക്കപ്പെടേണ്ടി വരുമ്പോൾ ഈ അസസ്മെൻറ്റ് മൊത്തമാണ് പാളുന്നത്. അപ്പം നമ്മൾ ഇതേ അസസ്മെൻറ്റ് വെച്ചാണല്ലോ ബാക്കി ആൾക്കാരെ അസസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പാളാം. ഈ ഒരു ഡയറക്ഷനിൽ ചിന്തിക്കുമ്പോഴാണ് ഇത് വലിയ പ്രശ്നമാകുന്നത്. ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം, ഈ സംഘർഷം ഇതാണ്. ഇവനെ നമ്മൾ വിശ്വസിച്ചിരുന്നു, ഇവൻ നമ്മളെ ചതിച്ചു, അപ്പോൾ ഞാൻ ഇവരെയും വിശ്വസിക്കുന്നുണ്ട്. ഇവൻ വിശ്വസിച്ച് ഒരുത്തൻ ഇന്ന് ചതിച്ചെങ്കിൽ വിശ്വസിക്കുന്ന ബാക്കിയുള്ള നാളെ ചതിക്കില്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ടെൻഷൻ. അതുകൊണ്ട് നമ്മളിത് തമ്മിൽ കലർത്തില്ല, നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഈ കമ്പാർട്ട്മെൻറ്റ്സ് പരസ്പരം
ചേരാ വച്ചിരുന്നാൽ ഏത് ലക്ഷണമൊത്ത സയൻറ്റിസ്റ്റിനും നല്ല ലക്ഷണമൊത്ത അന്ധവിശ്വാസിയായി കൂടി ഇരിക്കാൻ പറ്റും. അതിനുള്ള പൊട്ടൻഷ്യൽസ് അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ രത്ന ചുരുക്കം. ഇത് ശാസ്ത്രജ്ഞരും അന്ധവിശ്വാസങ്ങളും എന്ന് പറയുമ്പോൾ ഇത് രണ്ട് കമ്പാർട്ട്മെൻറ്റിൽ കിടക്കുന്ന കാര്യങ്ങളല്ല. ശാസ്ത്രജ്ഞർ എല്ലായിടത്തും എല്ലാ മനുഷ്യരും എല്ലാ വിഷയങ്ങളിലേക്കും വ്യാപരിക്കുന്ന പോലെ അവർ സയൻസിലും അന്ധവിശ്വാസത്തിലും ഒരുമിച്ച് വ്യാപരിക്കാവുന്നതിനുള്ള സാധ്യതകൾ ബയോളജി തന്നെ തുറന്നിട്ടിട്ടുണ്ട്. വ്യാപരിച്ചേക്കാം. ഇനി വ്യാപരിച്ചാൽ ദർ ആർ കോൺസിക്വൻസസ് ഓഫ് കോഴ്സ്. ഒന്ന്, ഇറ്റ് അണ്ടർമൈൻസ് ദ പബ്ലിക് ട്രസ്റ്റ് ഇൻ സയൻസ്. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ജീവിതത്തെ, മോഡേൺ ഹ്യൂമൻ ലൈഫിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഷെയ്പ്പ് ചെയ്യുന്നതിൽ സയൻസിൻ്റെ ചില കേപ്പബിലിറ്റീസാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒബ്ജക്റ്റീവാണ്. ആളുകളുടെ അഭിപ്രായങ്ങൾക്കോ അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവുകൾക്കോ ഒന്നും അനുസരിച്ച് അത് മാറില്ല. അത് ഒബ്ജക്റ്റീവാണ്. എവിഡൻസ് ആണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ലോജിക്കലായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലാത്തതും തമ്മിലുള്ള വേർതിരിവ് ഇങ്ങനെ ബ്ലറായി കഴിഞ്ഞാൽ സയൻസ്, അതായത് ചില കാര്യങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെയാണ് ഇല്ലാതാകുന്നത്. നമുക്ക് ഒന്ന് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സയൻസിലുള്ള പബ്ലിക് ട്രസ്റ്റ് പോകാൻ ഇതൊരു കാരണമാകും. പിന്നെ ഉള്ളത് ലെജിറ്റിമൈസ് ചെയ്യപ്പെടുന്ന സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസങ്ങളെല്ലാം അതായത് സാധാരണ ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനെ ഒരു ആധികാരിക സ്ഥാനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റ് ചെയ്യുന്നതെല്ലാം സയൻറ്റിഫിക് ആയിരിക്കും എന്നൊരു ഇംപ്രഷൻ ഉണ്ടാവും. അതുകൊണ്ട് പല അന്ധവിശ്വാസങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ആരെങ്കിലും ഒരാളത്ത് അത് വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും, നിന്നെക്കാളും കൊടികെട്ടിയ സയൻറ്റിസ്റ്റുമാർ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ചോദ്യത്തിന് മുമ്പിൽ നമുക്കൊന്നും പറയാനില്ല വരും. സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇത് ബാധിക്കും. നമ്മൾ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ തന്നെ വേറൊരു സൈഡിൽ കൂടെ നമുക്ക് ഇന്നത്തെ ശാസ്ത്ര പ്രഭാഷണം തുടങ്ങാം. അതിനു മുമ്പായി ഒരു നിമിഷം എല്ലാവരും ഒരു മന്ത്രം ജപിക്കണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സയൻസിൻ്റെ കൂട്ടത്തിൽ ഇതും കയറിപ്പോവും. പിന്നെ പല ആൻറ്റി സയൻസ് മൂവ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ വാക്സിനെതിരെയുള്ള ഇത്, ക്ലൈമറ്റ് ചേഞ്ച് ഡിനയേഴ്സ്, കാലാവസ്ഥാ മാറ്റത്തിനെതിരെ, ഇതിനെല്ലാം ഫ്യൂൽ ചെയ്യുന്നതിന് പിന്നിൽ ഈ ഒരു ഫാക്ടേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നത്തെ മനോരമ നോവൽ നാളത്തെ TV സീരിയൽ എന്ന് പറയുന്നത് പോലെ ഇതൊക്കെയാണ് നാളത്തെ പോളിസി ഡിസിഷൻസ് ആയിട്ട് മാറാൻ പോകുന്നത്. നമ്മളുടെ ഡെമോക്രാറ്റിക്കായിട്ട് നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഭരണകർത്താക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അത് അവരെല്ലാം നമ്മളെപ്പോലെയാണെന്നുള്ളതാണ്. നമുക്കുള്ള എല്ലാ വീക്ക്നെസ്സുകളും അവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ സയൻസിനെ തള്ളിക്കളയാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് സയൻസും നോൺ സയൻസും നമ്മൾ വേർതിരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ ഭരിക്കാൻ പോകുന്നവർക്കും ഇത് വേർതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ആശുപത്രികൾ പണിയുന്നതിന് പകരം അമ്പലം പണിയാൻ തീരുമാനിക്കും. അസുഖം മാറാൻ അതാണ് എളുപ്പം എന്നൊരാൾ ചിന്തിച്ചാൽ തീർന്നില്ലേ? നാളത്തെ പോളിസീസ് ആ ഡയറക്ഷനിൽ പോകും. അപ്പോൾ നമ്മൾ പബ്ലിക് ഫണ്ടിങ് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നാളെ ഡിസൈഡ് ചെയ്യുന്നതിന് പിന്നിൽ ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ബയോളജിക്കലി സ്പീക്കിംഗ് സയൻറ്റിസ്റ്റുമാർക്ക് അന്ധവിശ്വാസങ്ങൾ വെക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ തടസ്സമില്ലാത്തതെല്ലാം ചെയ്യുന്നത് മറ്റ് പല വിഘ്നങ്ങളും ഉണ്ടാക്കുന്നതിന് കാരണമാകും. പ്രത്യേകിച്ച് ഒരു കോട്ടുണ്ടല്ലോ, കോമിക്കിൽ വരുന്ന കോട്ടാണ്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഞാനൊരു ബട്ടൺ അമർത്തുന്നതും ഡൊണാൾഡ് ട്രംപ് ഒരു ബട്ടൺ അമർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരേ ബട്ടണാണ് ബട്ടണാണ് അമർത്തുന്നതെങ്കിലും ചിലപ്പോൾ അതൊരു ന്യൂക്ലിയർ വാറായിരിക്കും തുടങ്ങുന്നത്. ഞാൻ മാക്സിമം എവിടെ പോകാൻ, ആ വ്യത്യാസമുണ്ട്. നമ്മൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഡിസിഷൻസിൻ്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് മുകളിലൊരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം കയറി വരും. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഈ ആളുകളെല്ലാം തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു വിഷയം. ഒരൊറ്റ പോയിൻ്റ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഇതൊരു സ്ഥിരം കേൾക്കുന്നൊരു ഡയലോഗും സ്ഥിരം കാണേണ്ടി വരുന്നൊരു എക്സ്പ്രഷനാണ്. സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. ഇതൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ആ തർക്കത്തിൽ തോറ്റു. ഓക്കെ, ലോജിക്കലായിട്ടുള്ള ആർഗ്യുമെൻറ്റുകളെല്ലാം മാറുമ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് സയൻസിന് ചിലപ്പോൾ അത് മാറ്റി മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം വരെ നാക്കിക്കളയും. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ആ കാര്യം നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? ഒന്നുകിൽ നിങ്ങൾ മനുഷ്യനല്ല, അത് തെളിയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുക്കും മനസ്സിലായിട്ടില്ല. വാദം ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊരു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എല്ലാവരും റിയാക്ഷൻ ഇട്ടത് അവസാനിപ്പിക്കുക. ഇതാണ് ഒരു റെക്കമെൻഡഡ് പോളിസി. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ലോജിക്ക് സൗണ്ട് ചെയ്യത്തില്ല, ഇനി ഒന്നും അവിടെ ചിലവാകത്തില്ല. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചോദ്യം ചെയ്യലുകളോ ഉണ്ടെങ്കിൽ ആവാം. താങ്ക് യു.